ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ തീവെച്ചു കൊന്ന സംഭവത്തിൽ 10 പേർ അറസ്റ്റിൽ. കുറ്റക്കാരെ എല്ലാവരെയും ശിക്ഷിക്കുമെന്ന് ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനസ് വ്യക്തമാക്കി. അതേസമയം ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലയാളി ഇന്ത്യയിലേക്ക് കടന്നുവെന്നാണ് ബംഗ്ലാദേശ് പോലീസിന്റെ ആരോപണം. നിലവിലെ സാഹചര്യങ്ങൾ ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും നയതന്ത്ര പ്രതിനിധികൾ വിലയിരുത്തും. അജയ് തന്നെ വിവരങ്ങൾ നൽകും. അജയ്, കൂടുതൽ വഷളാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിഷേധക്കാർ വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ ഈ ഹാദിയുടെ കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നു എന്ന ആരോപണം കൂടി ഉയരുന്നത്. എങ്ങനെയാണ് ഇരു രാജ്യങ്ങളും ഇപ്പോഴത്തെ സ്ഥിതിയെ വിലയിരുത്തുന്നത്? ഒപ്പം ഈ പ്രക്ഷോഭത്തിനിടെയാണ് ഹിന്ദു യുവാവിൻ്റെ കൊലപാതകം സംഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ അടുത്തിടെ വളരെ വലിയ രീതിയിൽ അവിടെ തീവ്രവാദവും അതുപോലെ തന്നെ ഈ എക്സ്ട്രീമിസവും എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രാസംഗികൻ തന്നെയായിരുന്നു ഈ ഇപ്പോൾ അടുത്തിടെ മരണപ്പെട്ട ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളും അതുപോലെ തന്നെ തീവ്ര നിലപാടുകളും അതുപോലെ തന്നെ ഈ മുസ്ലിം മതസ്പർദ്ധ ഈ ഒരു മുസ്ലിങ്ങൾക്കിടയിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള വാക്കുകളും എല്ലാം അദ്ദേഹം പൊതുവേദിയിൽ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിനൊരു സ്റ്റേറ്റ് സ്പോൺസേർഡ് സംസ്കാരം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായിരുന്നത്. ബംഗ്ലാദേശിൻ്റെ ഇപ്പോൾ ഇടക്കാല സർക്കാരിൻ്റെ മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ മുൻനിരയിലുള്ള ഭരണാധികാരികൾ എല്ലാവരും മുഹമ്മദ് യൂനിസ് തന്നെ നേരിട്ടെത്തിയാണ് ഈ ഒരു സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകുന്ന ഒരു കാര്യമെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ് സ്പോൺസേർഡായിട്ട് ഈ മത തീവ്രവാദവും വർഗീയതയും ഇന്ത്യ വിരുദ്ധതയും എല്ലാം പറയുന്ന ഒരു നേതാവിന് സ്റ്റേറ്റ് സ്പോൺസേർഡായിട്ടുള്ള ഒരു സംസ്കാര ചടങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഈ ധാക്ക യൂണിവേഴ്സിറ്റിക്ക് സമീപം നൽകിയിരുന്നു. 10,000-കണക്കിന് ആളുകളാണ് ഈ സംസ്കാര ചടങ്ങിന് ഒഴുകിയെത്തിയത്. അപ്പോൾ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ഒരു പ്രക്ഷോഭങ്ങളും കലാപങ്ങളും നിലവിൽ ഒന്ന് അടങ്ങി നിൽക്കുകയാണെങ്കിലും ഏത് നിമിഷം തന്നെ അത് പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിലവിലുണ്ട്. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ വന്ന, അതായത് ബംഗ്ലാദേശിന് വളരെ വലിയൊരു നാണക്കേടായ ഒരു സംഭവം തന്നെയായിരുന്നു അവിടെ ഒരു ഹിന്ദു യുവാവിനെ തീവെച്ച് കൊന്ന സംഭവം എന്ന് പറയുന്നത്. ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു യുവാവാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കൊലയാളികളായിട്ടുള്ള 10 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബംഗ്ലാദേശിലുള്ള ഈ ഇടക്കാല സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 7 പേരെ ബംഗ്ലാദേശിലുള്ള റാപ്പിഡ് ബറ്റാലിയൻ ഫോഴ്സ് അറസ്റ്റ് ചെയ്യുകയും 3 പേരെ ബംഗ്ലാദേശി പോലീസ് അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ 10 പേർ മൊത്തത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പേർ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. മറ്റുള്ളവർക്കായി അന്വേഷണം തുടരുന്നതായി ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കുറ്റവാളികളെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഷെരീഫ് ഉസ്മാൻ ഖാദി, അദ്ദേഹത്തിൻ്റെ കൊലയാളികൾ സിംഗപ്പൂരിൽ അയാളെ മുഖംമൂടി ധരിച്ച് വെടിവെച്ച് കൊന്ന ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് ബംഗ്ലാദേശ് പോലീസ് നിലവിൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. കൊലയാളിയുടെ മറ്റു വിവരങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. അവർ ഒരു വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത് കൊലപാതകയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അയാൾ ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് ആരോപണം എന്നുള്ളത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കാനാകുന്ന ഒരു വസ്തുതയല്ല. ബംഗ്ലാദേശിൻ്റെ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളിൽ അവർക്ക് പുതിയൊരു അധ്യായം കൂടി മാത്രമാണ് ഈ ഇന്ത്യയിലേക്ക് കടന്നെന്നുള്ള ആരോപണം എന്ന് മാത്രമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറയാനുള്ളത്. മറ്റൊന്നും നൽകിയത്.